അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം തെങ്ങിൻ തോപ്പ്. ബേപ്പൂരിൽ PV അൻവർ ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ ജനവിധി തേടും. എലത്തൂരിൽ ക്ലോക്ക് ആവശ്യപ്പെട്ട AK ശശീന്ദ്രന് കാഹളം മുഴക്കുന്ന മനുഷ്യന്റെ ചിഹ്നമാണ് ലഭിച്ചത്. NCP അജിത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി PK ശശീന്ദ്രനാണ് ക്ലോക്ക് ചിഹ്നം ലഭിച്ചത്. ഫുട്ബോൾ ചിഹ്നത്തിൽ പ്രചാരണം ആരംഭിച്ച KK രമയ്ക്ക് ടെലിവിഷനാണ് ലഭിച്ചത്. ഓട്ടോറിക്ഷ ചിഹ്നം ആവശ്യപ്പെട്ട അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരന് ലഭിച്ചത് തെങ്ങിൻ തോപ്പ്. ഒറ്റപ്പാലത്തെ UDF സ്വതന്ത്രൻ PK ശശിക്കും ചേലക്കരയിലെ UDF സ്വതന്ത്രൻ ശിവൻ വീട്ടിക്കുന്നിനും തെങ്ങിൻ തോപ്പാണ് ചിഹ്നം. തളിപ്പറമ്പിൽ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്രൻ TK ഗോവിന്ദനും ബേപ്പൂരിലെ UDF സ്വതന്ത്രൻ PV അൻവറിനും ഗ്യാസ് സിലിണ്ടറാണ് ചിഹ്നം. തിരഞ്ഞെടുപ്പ് ചിഹ്നത്തെക്കുറിച്ച് PV അൻവറിന്റെ പ്രതികരണം ഇങ്ങനെ: ഞങ്ങൾ തീരുമാനിച്ച ഈ സിലിണ്ടർ പിണറായിസത്തിന്റെ മൂട്ടിൽ ഞങ്ങൾ തീപിടിപ്പിക്കും, അതിവിടെ അവസാനിപ്പിക്കും. ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് നടക്കുന്ന യുദ്ധത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഈ പാവപ്പെട്ട അടുക്കളയിൽ കഷ്ടപ്പെടുന്ന ഈ സാധുക്കളായ അമ്മമാരെ കഷ്ടപ്പെടുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിനെതിരെയുള്ള കേന്ദ്രത്തിനെതിരെയും കേരളത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ഈ ചിഹ്നത്തിലൂടെ തന്നെ ഉണ്ടാകും. എലത്തൂരിൽ LDF സ്ഥാനാർത്ഥി AK ശശീന്ദ്രനെ ക്ലോക്ക് ചിഹ്നം ലഭിച്ചില്ല. കാഹളം മുഴക്കുന്ന മനുഷ്യന്റെ ചിഹ്നമാണ് അനുവദിച്ചത്. NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രനെ ക്ലോക്ക് ചിഹ്നം അനുവദിച്ചു. ഫുട്ബോൾ ചിഹ്നത്തിൽ പ്രചാരണം ആരംഭിച്ച KK രമയ്ക്ക് ടെലിവിഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത്. അഹമ്മദ് ദേവർകോവിലിനെ ബക്കറ്റാണ് ചിഹ്നം. തിരുവനന്തപുരത്തെ ഇടത് സ്വതന്ത്രൻ സുധീർ കരമനയ്ക്ക് ക്യാമറയും എതിർ സ്ഥാനാർത്ഥി CP ജോണിനെ കപ്പലും ചിഹ്നമായി ലഭിച്ചു. പയ്യന്നൂരിൽ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്രൻ V കുഞ്ഞികൃഷ്ണനെ വൈദ്യുതി തൂൺ. പാലക്കാട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖിനെ കുടം ചിഹ്നവും ലഭിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.